അസ്സലാമു അലൈക്കും. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. കൂട്ടുകാരെ, എല്ലാവർക്കും സുഖമല്ലേ? ഈ വീഡിയോയിൽ കാണുന്നത് ക്ലാസ് 4 ദുറൂസുൽ ഇസ്ലാം സെക്കൻഡ് പാർട്ടിലെ 7ാമത്തെ പാഠത്തിന്റെ തദ്രീബാത്താണ് നോക്കുന്നത്. തദ്രീബാത്രം നോക്കുന്നതിന് മുമ്പ് ഈ പാഠത്തിൽ കൊടുത്തിരിക്കുന്ന കാര്യം നമുക്കൊന്ന് വായിച്ച് മനസ്സിലാക്കാം. അതിനു മുമ്പ് ചാനൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം, എന്നെ സപ്പോർട്ട് ചെയ്യണം. ഈ വീഡിയോ കൂട്ടുകാർക്ക് ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യണം, നിങ്ങളുടെ ഫ്രണ്ട്സിന് ഷെയർ ചെയ്യണം. ക്ലാസ് 4 ദുറൂസുൽ ഇസ്ലാം സെക്കൻഡ് പാർട്ടിലെ ഇതുവരെ എടുത്ത പാഠങ്ങളുടെ അല്ലെങ്കിൽ ഇനി വരും പാഠങ്ങളുടെ തദ്രീബാത്രം വേണമെങ്കിൽ എൻ്റെ ചാനലായ മുന്ന ഷാഹിൽ EDU എന്നതിൽ പ്ലേലിസ്റ്റ് സെക്ഷൻ എടുക്കുക. അതിൽ ഓരോ സബ്ജക്റ്റിൻ്റെയും തണുത്ത പ്ലേലിസ്റ്റ് ഉണ്ടാകും. അതിൽ ക്ലാസ് 4 ദുറൂസുൽ ഇസ്ലാം സെക്കൻഡ് പാർട്ട് ന്യൂ എന്ന പ്ലേലിസ്റ്റ് ടച്ച് ചെയ്യുക. ടച്ച് ചെയ്താൽ ഞാൻ അടുത്ത പാഠയുടെ തദ്രീബാത്ത് കൂട്ടുകാർക്ക് ലഭ്യമാകും. നമുക്കിനി വീഡിയോയിലോട്ട് പോകാം. അദർസു സാബിർ 7ാമത്തെ പാഠം യോമുൽ ഫുർഖാൻ. ഈ പാഠത്തിന്റെ ആദ്യത്തിൽ നമുക്കൊരു പാട്ട് കൊടുത്തിട്ടുണ്ട്. അത് കൂട്ടുകാർ ഈണത്തിൽ പാടുക. ബദ്രദിന പരിപാടിയിൽ ഉസ്താദ് പ്രഭാഷണം ആരംഭിച്ചു. അല്ലാഹുവേ, ഈ ചെറു സംഘം നശിക്കുകയാണെങ്കിൽ ഭൂമുഖത്ത് നിന്നെ ആരാധിക്കാൻ ആരുമുണ്ടാവുകയില്ല. ബദ്രിലെ പന്തലിൽ വെച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ റബ്ബിലേക്ക് കൈ ഉയർത്തി പ്രാർത്ഥിച്ചു. സ്വഹാബത്തിന്റെ കൈവശം മതിയായ ആയുധങ്ങളോ സന്നാഹങ്ങളോ ഉണ്ടായിരുന്നില്ല. അവർ അടിയുറച്ച ഈമാനോടെ ശത്രുക്കളെ നേരിട്ടു. അല്ലാഹു തആല നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെയും സ്വഹാബത്തിനെയും സഹായിച്ചു. അവർ മിന്നുന്ന വിജയം കൈവരിച്ചു. 14 സ്വഹാബികൾ ഷഹീദായി. മുശ്രിക്കുകളിൽ 70 പേർ കൊല്ലപ്പെടുകയും 70 പേർ തടവിലാവുകയും ചെയ്തു. അവർ പിന്തിരിഞ്ഞോടി. ലോക ചരിത്രത്തിൽ തുല്യതയില്ലാത്ത ധർമ്മ സമരമാണ് ബദർ. എന്തിനായിരുന്നു ബദർ? മക്ക മുശ്രിക്കുകൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെയും സ്വഹാബത്തിനെയും ക്രൂരമായി ഉപദ്രവിച്ചു. അക്രമം അഴിച്ചുവിട്ടു. സ്വസ്ഥമായി ജീവിക്കാൻ അനുവദിച്ചില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ വധിക്കാൻ അവർ തീരുമാനിച്ചു. അവസാനം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയും സ്വഹാബത്തും നാടും വീടും വിട്ട് മദീനയിലേക്ക് ഹിജ്റ പോയി. മുഹാജിറുകളുടെ സമ്പത്ത് മുശ്രിക്കുകൾ കൈക്കലാക്കി. മദീനയെ ആക്രമിക്കാൻ ആയുധങ്ങളും സമ്പത്തും ശേഖരിക്കാൻ തുടങ്ങി. കച്ചവടങ്ങളിലൂടെ നേടിയ ലാഭം അവർ അതിന് ഉപയോഗിച്ചു. ഇത് പ്രതിരോധിക്കൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്കും സ്വഹാബികൾക്കും അനിവാര്യമായിരുന്നു. ഈ സന്ദർഭത്തിൽ അബൂ സുഫിയാന്റെ നേതൃത്വത്തിലുള്ള ഒരു കച്ചവട സംഘത്തെ പിടിക്കാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയും സ്വഹാബത്തും പുറപ്പെട്ടു. സംഘത്തിൽ 313 പേരുണ്ടായിരുന്നു. അബൂ സുഫിയാൻ വിവരമറിഞ്ഞു. സഹായത്തിനായി മക്കയിലേക്ക് ദൂതനെ അയച്ചു. അബൂ ജഹലിന്റെ നേതൃത്വത്തിൽ സർവായുധ സജ്ജരായ 1000ഓളം യോദ്ധാക്കളുള്ള ഒരു സൈന്യം പുറപ്പെട്ടു. ഹിജ്റ 2ാം വർഷം റമദാൻ 17 ബദറിൽ വെച്ച് ഇരു സംഘവും ഏറ്റുമുട്ടി. അടിയുറച്ച വിശ്വാസവും അല്ലാഹു തആലയുടെ സഹായവും മുസ്ലിങ്ങൾക്ക് തുണയായി. അവർ വൻ വിജയം നേടി. ബദറിൽ പങ്കെടുത്തവരാണ് ബദരീങ്ങൾ. അവർക്ക് അല്ലാഹു തആല വലിയ സ്ഥാനം നൽകിയിട്ടുണ്ട്. ഒരിക്കൽ ജിബ്രീൽ അലൈഹിസ്സലാം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ചോദിച്ചു, ബദറിൽ പങ്കെടുത്തവരുടെ സ്ഥാനം എന്താണ്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, അവർ മുസ്ലിങ്ങളിൽ ഏറ്റവും ശ്രേഷ്ഠരാണ്. അതുകൊണ്ട് അവരുടെ പേരുകൾ എഴുതി നാം ബർക്കത്തെടുക്കുന്നു. അവരെ തവസ്സുലാക്കി നാം ദുആ ചെയ്യുന്നു. തവസ്സൽനാ ബിസ്മില്ലാ വബിൽ ഹാദി റസൂലില്ലാ വകുല്ലി മുജാഹിദിൻ ലില്ലാ വഅഹ്ലിൽ ബദരി യാ അല്ലാഹ്. എല്ലാവരും ജവാബ് ചൊല്ലി. സ്വലാത്തുല്ലാഹ് സലാമുല്ലാഹ് അലാ ത്വാഹ റസൂലില്ലാ സ്വലാത്തുല്ലാഹ് സലാമുല്ലാഹ് അലാ യാസീൻ ഹബീബില്ലാ. ബദ്രീങ്ങളുടെ ബർക്കത്ത് കൊണ്ട് അല്ലാഹു തആല നമ്മെ ഇരു ലോകത്തും വിജയിപ്പിക്കട്ടെ. മഗ്രിബ് അദാൻ കേട്ടപ്പോൾ എല്ലാവരും നോമ്പ് തുറന്നു. തബറുക്കിന്റെ ഭക്ഷണം കഴിച്ചു. കൂട്ടുകാർക്ക് ഈ പാഠം വായിച്ചത് മനസ്സിലാകില്ലേ? ഈ പാഠത്തിന്റെ അവസാനത്തിൽ ഒരു ബോക്സ് കൊടുത്തിട്ടുണ്ട്. അത് നമുക്ക് വായിക്കാം. വലഖദ് നസറക്കുമുല്ലാഹു ബിബദർ. നിശ്ചയം ബദ്രിൽ നാം നിങ്ങളെ സഹായിച്ചിട്ടുണ്ട്. തദ്രീബാത്തിൽ 1ാമത്തെ പ്രവർത്തനം നഖറ വനഫ്ഹം. അൽ ബദ്രിയൂൻ
ബദ്രീങ്ങൾ, ഷഹീദ്, രക്തസാക്ഷി, ജിഹാദ്, ധർമ്മസമരം, തിജാറ, കച്ചവടം, തബറുക്ക്, ബർക്കത്തെടുക്കൽ, ജവാബ്, മറുപടി, യോമുൽ ഫുർഖാൻ, ബദ്ർ ദിനം. അബൂ സുഫിയാൻ, ഖുറൈശികളുടെ കച്ചവട സംഘത്തലവൻ. അഫ്ദലുൽ മുസ്ലിമീൻ, മുസ്ലിങ്ങളിലെ ഏറ്റവും ശ്രേഷ്ഠർ. തദ്രീബാത്തിൽ രണ്ടാമത്തെ പ്രവർത്തനം നമ്മളെ ഉൽജദുവൽ, മൗറഖത്തു ബദർ. ഇവിടെ നമുക്ക് നേതാവ്, സൈനിക എണ്ണം, ആയുധശേഷി, ബന്ദികൾ, വിജയികൾ, പരാജിതർ. ഇപ്പുറത്ത് അൽ മുസ്ലിമൂൻ, അൽ മുശ്രിക്കൂൻ എന്ന് കൊടുത്തിട്ടുണ്ട്. ബദർ യുദ്ധത്തിൽ മുസ്ലിങ്ങളുടെ നേതാവ് ആരാണ്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. അതുപോലെ തന്നെ മുശ്രിക്കുകളിൽ ആരാണ് ബദർ യുദ്ധത്തിന്റെ നേതാവ്? അബൂജഹൽ. അതുപോലെ ഓരോന്നും എഴുതാം. സൈനിക എണ്ണം മുസ്ലിമൂൻ എന്നതിന് നേരെ 313 എന്ന് എഴുതുക. മുശ്രിക്കൂൻ എന്നതിന് നേരെ 1000ഓളം. ആയുധശേഷി മുസ്ലിമൂൻ എന്നതിൽ മതിയായിരുന്നില്ല, മുശ്രിക്കൂൻ എന്നതിൽ സർവായുധർ. അടുത്ത നോക്കൂ, ബന്ദികൾ. മുസ്ലിമൂൻ ആരുമില്ല, മുശ്രിക്കൂൻ 70 പേർ. വിജയികൾ ആരാണ്? ബദർ യുദ്ധത്തിൽ വിജയം കൈവരിച്ചത് മുസ്ലിം സൈന്യമാണ്. അടുത്തത് പരാജിതർ. വിജയികൾ മുസ്ലിമാണെങ്കിൽ പരാജിതർ ആരാണ്? മുശ്രിക്കുകളാണ്, മുശ്രിക് സൈന്യം. തദ്രീബാത്തിൽ മൂന്നാമത്തെ പ്രവർത്തനം നുജീബ്. അതിൽ 1, എണ്ണവും സജ്ജീകരണവും കുറവായിട്ടും മുസ്ലിങ്ങൾ ബദ്രിൽ വിജയിച്ചു. എന്തുകൊണ്ട്? ഉത്തരം, മുസ്ലിങ്ങൾ അടിയുറച്ച ഈമാനോടെ ശത്രുക്കളെ നേരിട്ടു. അല്ലാഹു തആല നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെയും സ്വഹാബത്തിനെയും സഹായിച്ചു. അങ്ങനെ മുസ്ലിങ്ങൾ മിന്നുന്ന വിജയം കൈവരിച്ചു. 2, ബദ്രീങ്ങൾക്ക് എത്രമാത്രം ശ്രേഷ്ഠതയുണ്ട്? ഉത്തരം, ബദ്രീങ്ങൾക്ക് അല്ലാഹു തആല വലിയ സ്ഥാനം നൽകിയിട്ടുണ്ട്. ഒരിക്കൽ ജിബ്രീൽ അലൈഹിസ്സലാം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ചോദിച്ചു, ബദ്രിൽ പങ്കെടുത്തവരുടെ സ്ഥാനം എന്താണെന്ന്. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞത് അവർ മുസ്ലിങ്ങളിൽ ഏറ്റവും ശ്രേഷ്ഠരാണെന്നായിരുന്നു. 3, ബദർ യുദ്ധത്തിന്റെ കാരണമെന്ത്? ഉത്തരം, മക്ക മുശ്രിക്കുകൾ മദീനയെ ആക്രമിക്കാൻ ആയുധങ്ങളും സമ്പത്തും ശേഖരിക്കാൻ തുടങ്ങി. കച്ചവടങ്ങളിലൂടെ നേടിയ ലാഭം അവർ അതിന് ഉപയോഗിച്ചു. ഇത് പ്രതിരോധിക്കൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്കും സ്വഹാബികൾക്കും അനിവാര്യമായിരുന്നു. ഈ സന്ദർഭത്തിൽ അബൂ സുഫിയാന്റെ നേതൃത്വത്തിലുള്ള കച്ചവട സംഘത്തെ പിടിക്കാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ 313 സ്വഹാബികളുമായി പുറപ്പെട്ടു. വിവരമറിഞ്ഞ അബൂജഹലിന്റെ നേതൃത്വത്തിൽ സർവായുധ സജ്ജരായ 1000ഓളം യോദ്ധാക്കളുള്ള ഒരു സൈന്യം പുറപ്പെട്ടു. 4, ബദ്ർ യുദ്ധത്തിന് ലോക ചരിത്രത്തിൽ തുല്യതയില്ല. എന്തുകൊണ്ട്? ഉത്തരം, സ്വഹാബത്തിന്റെ കൈവശം മതിയായ ആയുധങ്ങളോ സന്നാഹങ്ങളോ ഉണ്ടായിരുന്നില്ല. അവർ അടിയുറച്ച ഈമാനോടെ ശത്രുക്കളെ നേരിട്ടു. അല്ലാഹു തആല നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെയും സ്വഹാബത്തിനെയും സഹായിച്ചു. അവർ മിന്നുന്ന വിജയം കൈവരിച്ചു. 14 സ്വഹാബികൾ ഷഹീദായി. മുശ്രിക്കുകളിൽ 70 പേർ കൊല്ലപ്പെടുകയും 70 പേർ തടവിലാവുകയും ചെയ്തു. അവർ പിന്തിരിഞ്ഞോടി. അതുകൊണ്ട് തന്നെ ബദ്ർ യുദ്ധത്തിന് ലോക ചരിത്രത്തിൽ തുല്യതയില്ല. തദ്രീബാത്തിൽ 4ാമത്തെ പ്രവർത്തനം തഖ്സീസ്. അതിൽ 1, ക്ലാസ്സിൽ ബദ്ർ മൗലിദ് പാരായണം ചെയ്യുക. നമ്മുടെ വീട്ടിൽ അല്ലെങ്കിൽ പള്ളിയിലുള്ള മൗലിദ് കിതാബ് എടുത്ത് അതിലുള്ള ബദ്ർ മൗലിദ് കൂട്ടുകാർ പാരായണം ചെയ്ത് പഠിക്കുക. തഖ്സീസിൽ 2ാമത്തത് മോയിൻകുട്ടി വൈദ്യരുടെ ബദ്ർ പടപ്പാട്ടിലെ കവിതകൾ ശേഖരിച്ച് ക്ലാസ്സിൽ ആലപിക്കുക. തഖ്സീസിൽ 3ാമത്തത് അസ്മാഉൽ ബദ്രിയീൻ ചാർട്ട് പേപ്പറിൽ ഭംഗിയായി എഴുതി ക്ലാസ്സിൽ പ്രദർശിപ്പിക്കുക. ബദ്രിൽ പങ്കെടുത്ത സ്വഹാബികൾ മൊത്തം 313 പേരാണ്. അവർ എല്ലാവരുടെയും പേരുകൾ ഈ ഒറ്റ വീഡിയോയിൽ തന്നെ ഉൾക്കൊള്ളിക്കാൻ സാധിക്കുന്നതല്ല. ഞാൻ ഈ വീഡിയോയിൽ ഒരു 20 സ്വഹാബികളുടെ പേരുകൾ എഴുതിയിട്ടുണ്ട്. അസ്മാഉൽ ബദ്രിയീൻ. 1, സയ്യിദിന മുഹമ്മദ് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം. 2, അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു. 3, ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു. 4, ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹു. 5, അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹു. 6, തുൽഹത്ത് ഇബ്നു ഉബൈദില്ലാ റളിയല്ലാഹു അൻഹു. 7, സുബൈർ ഇബ്നുൽ അവ്വാം റളിയല്ലാഹു അൻഹു. 8,
അബ്ദുറഹ്മാൻ ബിൻ ഔഫ് റളിയല്ലാഹു അൻഹു. 9 സഅദ് ബിൻ അബീ വഖാസ് റളിയല്ലാഹു അൻഹു. 10 സഈദ് ബിൻ സൈദ് റളിയല്ലാഹു അൻഹു. 11 അബീ ഉബൈദത്ത് ബിൻ ജറാഹ് റളിയല്ലാഹു അൻഹു. 12 ഉബയ്യ ബിൻ കഅബ് റളിയല്ലാഹു അൻഹു. 13 അൽ അർഖം ബിൻ അബിൽ അർഖം റളിയല്ലാഹു അൻഹു. 14 അനസ് അൽ ഹബ്സി റളിയല്ലാഹു അൻഹു. 15 അനസ് ബിൻ മുആദ് റളിയല്ലാഹു അൻഹു. 16 അനസ് മൗല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. 17 ഉനൈസ് ബിൻ ഖത്താദത്ത് അൽ ഔസി റളിയല്ലാഹു അൻഹു. 18 ഔസ് ബിൻ സാബിത്ത് റളിയല്ലാഹു അൻഹു. 19 ഔസ് ബിൻ ഖൗൽ അൽ ഖസ്റജി റളിയല്ലാഹു അൻഹു. 20 ഔസ് ബിൻ സാമിത്ത് അൽ ഖസ്റജി റളിയല്ലാഹു അൻഹു. ബാക്കിയുള്ള സ്വഹാബികളുടെ പേരുകൾ കൂട്ടുകാർ കണ്ടെത്തി എഴുതുക. ഈ പാഠവും ഈ പാഠത്തിന്റെ തദ്രീബാത്തും കൂട്ടുകാർക്ക് മനസ്സിലാകില്ലേ? ഇൻഷാ അല്ലാഹ് അടുത്തൊരു സബ്ജക്റ്റുമായി നമുക്ക് വീണ്ടും കാണാം. അപ്പോൾ എല്ലാവർക്കും ഒരിക്കൽ കൂടി അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.